Indian Atheist Publishers presents. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന കൃതി. ഇന്ത്യൻ അഥീസ്റ്റ് പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളുമടക്കം 24 ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെയുള്ള കത്തോലിക്കാ സഭയുടെ വിമർശനങ്ങൾക്കുള്ള മറുപടിയുടെ 1-ാം ഭാഗം. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ഈ പുസ്തകത്തിന്റെ 1-ാം പതിപ്പ് 1981 മെയ് മാസത്തിലാണ് പുറത്തുവന്നത്. അതിനുമുമ്പ് ആ വർഷം ഫെബ്രുവരി മാസത്തിൽ അതിന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പും പുറത്തുവന്നിരുന്നു. അവ രണ്ടും പ്രസിദ്ധീകരിച്ചതിന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. 1979 യൂറോപ്പിലും അമേരിക്കയിലും പര്യടനം നടത്തുന്നതിനിടയിൽ ക്രിസ്തുവും കൃഷ്ണനും തമ്മിലുള്ള സാമ്യത്തെപ്പറ്റി ചില സമ്മേളനങ്ങളിൽ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗമാണ് അല്പസ്വല്പം എഡിറ്റിംഗുകളോടുകൂടി ആദ്യം ഇംഗ്ലീഷിലും പിന്നീട് മലയാളത്തിലും പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് വേണ്ടത്ര അടിക്കുറിപ്പുകൾ കൊടുക്കാനോ വിശദീകരണങ്ങൾ നൽകാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും ക്രിസ്ത്യാനികളെയും യാഥാസ്ഥിതിക ഹിന്ദുക്കളെയും അത് വല്ലാതെ വിഷമിപ്പിച്ചുവെന്ന് അത് സംബന്ധിച്ച് പുറത്തുവന്ന വിമർശനങ്ങൾ തെളിയിക്കുന്നു. നിരവധി ചെറുപ്പക്കാരെ സ്വതന്ത്രചിന്തയുടെ പാതയിലേക്ക് ആനയിക്കാനും ആ പുസ്തകത്തിനു കഴിഞ്ഞു. പലരും ആ ഗ്രന്ഥത്തെ അങ്ങേയറ്റം അനുമോദിക്കുകയും ചെയ്തു. പാതിരിയുടെ തട്ടിപ്പ്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം പുറത്തുവന്ന് അധികം കഴിയുന്നതിനു മുമ്പ് ഭരണങ്ങാനത്തുനിന്ന് കത്തോലിക്ക സഭ പ്രസിദ്ധീകരിക്കുന്ന അസീസി എന്ന മാസികയിൽ അതിനെതിരായി ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഒരു പുസ്തക വിമർശനത്തെക്കാളേറെ പുലഭ്യം പറയലായിരുന്നു അതിലധികവും. ഒരു ഫാദർ ലൂക്കായിരുന്നു ലേഖകൻ. കുറെ ലക്കങ്ങളിൽ പുലഭ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം അത് നിർത്തുകയും പുലഭ്യങ്ങൾ കുറെ കുറച്ച് ഒരു പുസ്തകം പുറത്തുകൊണ്ടുവരികയും ചെയ്തു. ആ പുസ്തകത്തിന്റെ പുറംതാൾ പോലും കത്തോലിക്ക സഭയുടെ തട്ടിപ്പു സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ആ ഗ്രന്ഥത്തിന്റെ കവർ പേജ് സ്ക്രീനിൽ കാണാം. ഇതുകണ്ടാൽ സാധാരണ വായനക്കാരൻ എന്റെ പുസ്തകമാണെന്ന് തെറ്റിദ്ധരിച്ചു വാങ്ങും. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവർ സാധാരണ ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. നല്ല കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പേരും ട്രേഡ്മാർക്കുമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഡിസൈൻ ഉണ്ടാക്കി കപടച്ചരക്കുകൾ മാർക്കറ്റിൽ വിറ്റഴിക്കുക സാധാരണയാണ്. അത്തരം ഒരു തന്ത്രമാണ് ഇവിടെ പാതിരിയും പ്രയോഗിച്ചിരിക്കുന്നത്. സ്വന്തം പേരിനെയും ചരക്കിനെയും പറ്റി മതിപ്പില്ലാത്തതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അങ്ങനെ ചെയ്തത്. ക്രിസ്തുമതം തന്നെ ഇത്തരമൊരു കച്ചവടച്ചരക്കാണ്. ജനിച്ചിട്ടില്ലാത്ത കഥാപാത്രത്തെ മെനഞ്ഞെടുത്തു പഴയ മതങ്ങളുടെ ആചാരങ്ങളും വിശ്വാസപ്രമാണങ്ങളും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു മതമാണതെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ. മധ്യപൗരസ്ത്യദേശങ്ങളിൽ നിലവിലിരുന്ന പല മതങ്ങളുടെയും ബുദ്ധമതത്തിന്റെയും പുരാണങ്ങളിൽ നിന്ന് കോപ്പിയടിച്ച ആശയങ്ങൾ മാത്രമേ ക്രിസ്തുമതത്തിലുള്ളൂ. കുരിശ്, കന്യാമാതാവ്, കുർബാന, ഉണ്ണി ദൈവം, തിരുഹൃദയം തുടങ്ങിയവ മറ്റു മതങ്ങളിൽ നിന്നെടുത്ത് അത്തരം സങ്കല്പങ്ങളിൽ വിശ്വസിച്ചിരുന്നവരുടെ ഇടയിൽ അത് വിറ്റു മുതലാക്കിയ ക്രിസ്തുമതത്തിലെ ഒരു പാതിരി ഇടമറുക് എന്ന പേരുപയോഗിച്ച് സ്വന്തം പുസ്തകം വിൽക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അന്ധവിശ്വാസികളുടെ കൂട്ടായ ശ്രമം. ലൂക്കിന്റെ പുസ്തകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം തന്നെ മുഖവുരയിൽ പറയുന്നതിങ്ങനെയാണ്. ഈ ചെറുഗ്രന്ഥം രചിക്കുന്നതിന് പലരും സഹായിച്ചിട്ടുണ്ട്. ഫാദർ ഔറേലിയനും ഫാദർ ജോസഫ് മാത്യുവും കൈയെഴുത്ത് പ്രതി വായിക്കുകയും തിരുത്തുകയും ചെയ്തു. അവരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു. അരുവിത്തുറ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ ശ്രീ കെ.വി. ജോസഫിനോട് പ്രത്യേകം ബാധ്യസ്ഥതയുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ MA ബിരുദമുള്ള ഇദ്ദേഹം ശ്രദ്ധാപൂർവം ഭാഷ മോടിപ്പെടുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല നിർദ്ദേശങ്ങളും നൽകുകയുമുണ്ടായി. ഗ്രന്ഥകാരനോടൊപ്പം വായനക്കാരും അദ്ദേഹത്തോട് നന്ദി പറയണം. പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നതിനു വേണ്ടി വളരെ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഫാദർ സേവ്യർ. ജർമ്മനിയിലും ഹീബ്രുവിലും മറ്റുമുള്ള പദങ്ങളും ശീർഷകങ്ങളും അച്ചടിക്കാൻ ആവശ്യമുള്ള പ്രത്യേകം ടൈപ്പുകൾ അദ്ദേഹം തയ്യാറാക്കി. ഇങ്ങനെ ഒരു സംഘം ആളുകളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് എന്റെ പുസ്തകത്തിനുള്ള മറുപടി എന്ന നിലയിൽ ഈ പുസ്തകം പുറത്തുകൊണ്ടുവന്നത്. ഇതിൽ പേര് പറയപ്പെട്ടിരിക്കുന്നവരിൽ ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം പാതിരിമാരാണ്. പാതിരിമാർ നടത്തുന്ന ഒരു കോളേജിലെ അധ്യാപകനാണ് ശേഷിക്കുന്ന ഒരാൾ. പേര് പറയാത്ത മറ്റൊരു വലിയ സ്ഥാപനം കൂടി ആ പുസ്തകത്തിന്റെ പിന്നിലുണ്ട്. അത് റോമൻ കത്തോലിക്ക സഭയാണ്. മനുഷ്യരാശിയുടെ പുരോഗതിയെ തടഞ്ഞു നിർത്താൻ ആ സംഘടിതമതം നടത്തിയിട്ടുള്ളതും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ശ്രമങ്ങൾ കുപ്രസിദ്ധമാണ്. ഗലീലിയോയെ തടവിലിട്ടതും ബ്രൂണോയെ അഗ്നിക്കിരയാക്കിയതും തുടങ്ങി എത്രയെത്ര ക്രൂരപ്രവർത്തനങ്ങൾക്ക് ആ സഭ നേതൃത്വം നൽകിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ വിവരിക്കേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളായി കത്തോലിക്ക മതം നടത്തുന്ന ചൂഷണത്തിൽ പങ്കുപറ്റി പരാന്നഭോജികളായി കഴിയുന്ന ചില പാതിരിമാർ ചേർന്ന് ഈ പുസ്തകം പുറത്തിറക്കിയത് തകർന്നുകൊണ്ടിരിക്കുന്ന സഭയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്.
നൂറ്റാണ്ടുകൾക്കു മുമ്പ് മുതൽ സ്വതന്ത്രചിന്തകർക്കെതിരായി കത്തോലിക്കാ സഭ ഉപയോഗിച്ചുവന്ന എല്ലാ കുതന്ത്രങ്ങളും ഈ പുസ്തകത്തിലും കാണാം. സഭയ്ക്കെതിരായി എന്തെങ്കിലും പറയുന്നവരെ ചീത്ത പറയുകയെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. പാതിരിയുടെ നേരത്തെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിൽ നിന്ന് ഉദാഹരണത്തിന് ചില പ്രയോഗങ്ങളും വാചകങ്ങളും ഉദ്ധരിക്കാം. ഇടമറുകിന്റെ അബദ്ധ ജൽപ്പനങ്ങൾ. അദ്ദേഹം എഴുതിക്കൂട്ടിയിരിക്കുന്ന മടയത്തരം. ഇടമറുകിന്റെ സീമാതീതമായ അജ്ഞത. നമ്മുടെ മഹാമഹോപാധ്യായൻ മടയത്തരങ്ങൾ പറയുന്നു. ഇടമറുകിന്റെ ജൽപ്പനം. നമ്മുടെ പണ്ഡിത ശിരോമണി. ആധികാരിക ഗ്രന്ഥങ്ങളുടെ പേരുകേട്ടിട്ടില്ലാത്ത ഇംഗ്ലീഷ് വ്യാകരണവുമായി വേണ്ടത്ര പരിചയമില്ലാത്ത ഒരു ഗവേഷണ പുങ്കവനാണ് ഇടമറുക്. യഹൂദന്മാർ ബൗദ്ധാചാരങ്ങൾ സ്വീകരിച്ചെന്നു വാദിക്കുന്നത് ഉപരിപ്ലവ ബുദ്ധിയും അജ്ഞതയും നിമിത്തം മാത്രമാണ്. ചില സാമ്പിളുകൾ മാത്രമാണിവ. ലൂക്കിന്റെ പുസ്തകത്തിലും ലേഖനങ്ങളിലും ആദ്യന്തം ഇത്തരം പ്രയോഗങ്ങളും വിശേഷണങ്ങളും കാണാം. കത്തോലിക്ക പാതിരിയുടെ സംസ്കാരം എന്താണെന്നു തെളിയിക്കുന്നവയാണ് ഇവയെല്ലാം. അദ്ദേഹത്തിന് ഈ ലേഖകനോടുള്ള അമർഷം തെളിയിക്കുന്ന മറ്റൊരു രസകരമായ സംഭവമുണ്ട്. മാതൃഭൂമി വാരികയിൽ ഇടമറുക് ജോൺ എന്നൊരാൾ വായനക്കാർ എഴുതുന്നു എന്ന കോളത്തിൽ സംസ്കൃതത്തിൽ നിന്നും അനേക ശബ്ദങ്ങൾ ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ മുതലായ സെമറ്റിക് ഭാഷകളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്നെഴുതി. ഗ്രീക്കും ലാറ്റിനും സെമറ്റിക് ഭാഷകളാണെന്ന് ഭാഷാശാസ്ത്രത്തെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആരും പറയാറില്ല. ഇതിനെ വിമർശിച്ചുകൊണ്ട് ലൂക്ക് അസീസി മാസികയിൽ ഒരു ലേഖന പരമ്പരയെഴുതി. അതിൽ സന്ദർഭവുമായി ഒരു ബന്ധവുമില്ലാതെ തന്നെ താഴെപ്പറയുന്ന വിധത്തിൽ ഒരു പ്രസ്താവന കാണാം. പ്രൊഫസർ ഇടമറുക് ജോൺ യുക്തിവാദിയായ ഇടമറുകിന്റെ ബന്ധുവേയല്ല. അദ്ദേഹം ഹിന്ദിയിലും മറ്റും അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. വായനക്കാർ ഇക്കാര്യം ഓർമ്മിച്ചിരിക്കണം. അസീസി മാസിക 1982 മെയ്യിലക്കം പേജ് 10. ഗ്രീക്കും ലാറ്റിനും സെമറ്റിക് ഭാഷകളാണെന്ന് പറഞ്ഞ ആൾ പാതിരിക്ക് അഗാധ പണ്ഡിതനാണ്. ഇടമറുക് ജോൺ യുക്തിവാദിയായ ഇടമറുകിന്റെ ബന്ധുവല്ല എന്ന് പറയാനും അദ്ദേഹത്തിന് വലിയ ആവേശം കാണുന്നു. പാതിരിമാർ നടത്തുന്ന ചേർത്തലയിലെ ഒരു കോളേജിലെ അധ്യാപകനാണ് ജോൺ എങ്കിലും ഞാൻ പ്രസിഡന്റായിട്ടുള്ള ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹം. കുടുംബ ബന്ധത്തേക്കാൾ ആശയബന്ധത്തിനാണല്ലോ പ്രാധാന്യം. ആ വസ്തുത മതഭ്രാന്തുകൊണ്ട് പാതിരി മറന്നുപോയിരിക്കാം. പാതിരിയുടെ വിരുദ്ധ പ്രസ്താവനകൾ. അല്പജ്ഞൻ, മടയൻ, ഉപരിപ്ലവ ബുദ്ധി എന്നൊക്കെ വായിൽ തോന്നിയതുപോലെ എന്നെ ചീത്ത വിളിക്കുന്ന ലൂക്കിന് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മനംമാറ്റം വരുന്നതും കാണാം. എനിക്ക് ഭാഷ അറിഞ്ഞുകൂടെന്നും വിവരമില്ലെന്നും പറയുന്ന ആൾ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു. ഇടമറുകിന്റെ ഗ്രന്ഥം വായിച്ചിരിക്കേണ്ടതാണ്. വായിക്കാൻ രസമുണ്ട്, ലളിതമായ ഭാഷ, നല്ല ഒഴുക്കുണ്ട്. ഗ്രന്ഥകാരൻ ആവേശത്തോടെ പറഞ്ഞു പോകുന്നുമുണ്ട്. എന്റെ അനുഭവം പറയട്ടെ. ആദ്യം നല്ലൊരു ഉപന്യാസം വായിക്കുന്ന പ്രതീതിയുണ്ടായി. പേജ് 10. ഇടമറുകു ജോണിനെ ഇടമറുകിന്റെ ബന്ധുവല്ലെന്നു പറഞ്ഞ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതു കാണുമ്പോൾ പാതിരിയുടെ മനസ്സിൽ എന്നെപ്പറ്റിയുണ്ടായിരുന്ന വികാരം ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചു പറയുന്നത് നോക്കുക. വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയട്ടെ. ഇടമറുക് യുക്തിവാദിയും നിരീശ്വരനുമാണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം ദുഷ്ടനോ നികൃഷ്ടനോ ദുഃസ്വഭാവക്കാരനോ ആണെന്ന് വരുന്നില്ല. പൂഴ്ത്തിവെപ്പും ചൂഷണവും കരിഞ്ചന്തയും അക്രമപ്രവർത്തനങ്ങളും നടത്തുന്ന എത്രയോ ഭക്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ദേവാലയങ്ങൾക്ക് സംഭാവന നൽകിയേക്കാം. ഇത്തരം ഭക്തന്മാരെക്കാൾ ദൈവത്തിനു സ്വീകാര്യരായിട്ടുള്ളത് സത്യസന്ധരായ നിരീശ്വരവാദികളായിരിക്കും. ഈ ലേഖകൻ ഇടമറുകിന്റെ ആശയങ്ങളെ രൂക്ഷമായി എതിർക്കുന്ന സന്ദർഭത്തിൽ തന്നെ സ്നേഹിതനും സഹോദരനുമായി കണക്കാക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ എന്നെക്കാൾ നല്ലവനായിട്ടുള്ളത് അദ്ദേഹമായിരിക്കാം. പേജ് 12-13. ഇനി മറ്റൊരു ഭാഗത്ത് പറയുന്നു. ഇടമറുകിന്റെ ഗ്രന്ഥം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. പേജ് 14. പ്രൂഫ് റീഡർ പാതിരി. പാതിരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ അനേകം താളുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിൽ വന്നിട്ടുള്ള അച്ചടിപ്പിശകുകളും പ്രയോഗ വൈകല്യങ്ങളും ചൂണ്ടിക്കാണിക്കാനാണ്. ഒരു പ്രൂഫ് റീഡറുടെ ജോലിക്ക് പറ്റിയ ആളാണ് അദ്ദേഹമെന്ന് അത് തെളിയിക്കുന്നു. ഞാൻ താമസിക്കുന്ന ഡൽഹിയിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയുള്ള 2 പ്രസ്സുകളിലായിട്ടാണ് എന്റെ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിന്റെ അച്ചടി നടന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും MA ബിരുദമുള്ള ആളെക്കൊണ്ട് ശ്രദ്ധാപൂർവം ഭാഷ മോടിപ്പെടുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്ത് പുസ്തകം പ്രസിദ്ധപ്പെടുത്താനുള്ള സൗകര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടവിടെ അച്ചടിപ്പിശകുകൾ അതിൽ കടന്നുകൂടിയിരുന്നു. അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് പാതിരി വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ശൈലീബന്ധങ്ങൾ കണ്ടുപിടിക്കാനും വായിക്കാൻ രസമുണ്ട്. ലളിതമായ ഭാഷ, നല്ല ഒഴുക്കുണ്ട് എന്ന് ഒരു ഭാഗത്ത് എന്റെ ഭാഷയെപ്പറ്റി പറഞ്ഞ മനുഷ്യൻ ആ പുസ്തകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതുന്നു. ഒരാൾ ഏതു ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴും അത് വ്യാകരണപരമായും ശൈലീപരമായും ശരിയായിരിക്കണം. നിശ്ചയമെടുത്തു എന്ന് മലയാളത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് മലയാള ശൈലിയല്ല, ടുക്ക് എ ഡിസിഷൻ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ പദാനുപത വിവർത്തനമാണ്. നമ്മുടെ ഭാഷയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് ശൈലിക്ക് ചേരാത്ത ധാരാളം പ്രയോഗങ്ങൾ ഇടമറുകിന്റെ ഇംഗ്ലീഷ് ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ വ്യാകരണ പിശകുകളും. കുറെ ഉദാഹരണങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം. പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ബൈബിൾ ക്ലാസ്സിൽ വെച്ച് ചോദ്യം ചോദിച്ച കുട്ടിക്കാകുന്നു. 12 ലൈനുകളുള്ള സമർപ്പണത്തിൽ നിന്ന് ഗുരുതരമായ 4 തെറ്റുകൾ ഇവിടെ ഉദ്ധരിക്കുന്നു. 1. എ സ്മോൾ ബോയ്. ഇത് ഇംഗ്ലീഷ് ശൈലിയല്ല, എ ലിറ്റിൽ ബോയ് എന്നാണ് വേണ്ടത്. എ സ്മോൾ ഡോഗ് എന്ന് പറയാം. 2. ഹൗ വിൽ അവർ സിൻസ് ഗോ. ഇത് ഇംഗ്ലീഷല്ല, മലയാളത്തിന്റെ ഇംഗ്ലീഷീകരണമാണ്. 3. ഐ ഡു റിമെമ്പർ ദ ക്യൂരിയോസിറ്റി ട്വിങ്കിൾഡ് ഇൻ ഹിസ് ഐസ്. ദ ക്യൂരിയോസിറ്റി ദാറ്റ് അഥവാ വിച്ച് ട്വിങ്കിൾഡ് എന്ന് വേണം. ആധുനിക കവിതയിൽ ക്യൂരിയോസിറ്റി ട്വിങ്കിൾഡ് എന്ന പ്രയോഗം സ്വീകാര്യമായിരിക്കാം. പക്ഷേ ഇടമറുക് എഴുതിയിരിക്കുന്നത് ആംഗല കവിതയാണെന്ന് സമ്മതിക്കാൻ വിഷമം. 4. ഐ സബ്മിറ്റ് ദിസ് ബുക്ക്. ഐ ഡെഡിക്കേറ്റ് എന്നാണ് വേണ്ടത്. ഇതാ 9ാം വശത്തെ ആദ്യ വാക്യം. Wherever Christianity was successfully propagated, the traditional religions existed, they were destroyed. ലൈൻ 1 മുതൽ 2 വരെ. വ്യാകരണപ്രകാരം the traditional religions that അഥവാ which existed there എന്ന് വേണം. മുൻ ഖണ്ഡിക നമ്പർ 3 കാണുക. 2ാം ഖണ്ഡികയിൽ പ്രോട്ടുഗീസ് എന്ന് കാണുന്നു. ലൈൻ 5 മുതൽ 6 വരെ. 2 തെറ്റുകൾ. 1. ആദ്യാക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം. 2. പ്രോട്ടുഗീസ് അല്ല, പോർച്ചുഗീസ് ആണ്. അതേ വാക്യത്തിൽ കൺട്രോൾഡ് എന്ന ക്രിയ കോൺട്രോഎൽഎൽഇഡി എന്ന് വിഭജിച്ചിരിക്കുന്നു. ലൈൻ 6 മുതൽ 7 വരെ. ശരിയായ രീതി കൺട്രോൾ ലെഡ് എന്നാണ്. ഇതിൽ പോർട്ടുഗീസ് എന്ന പദം പ്രോട്ടുഗീസ് എന്ന് വന്നത് അച്ചടി പിശകാണെന്ന് ആർക്കും വ്യക്തമാണല്ലോ. അതുപോലെയാണ് കൺട്രോൾഡ് എന്ന പദത്തിന്റെ കാര്യവും. കോട്ടയത്തെ ഒരു ചെറിയ പ്രസ്സിൽ 3 MA പ്രൂഫ് റീഡറെ നിയമിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇനി എന്റെ ഇംഗ്ലീഷ് ശൈലിയെപ്പറ്റി പറയാം. ഞാൻ ഒരു ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിനു വേണ്ടി എഴുതപ്പെട്ട പുസ്തകവുമല്ല എന്റേത്. എനിക്ക് ചില ആശയങ്ങൾ മലയാളം അറിയാത്ത ആളുകളെ ധരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അത് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ എഴുതി. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമുള്ള നിരവധി സ്ഥലങ്ങളിൽ അത് ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു. അവിടെയും ചിലർ എന്റെ അഭിപ്രായങ്ങളെ വിമർശിച്ച് ചില ലേഖനങ്ങളും കുറിപ്പുകളും എഴുതി. പക്ഷേ അവരിൽ ഒരുത്തരും ശൈലീഭംഗമോ പ്രയോഗ വൈകല്യങ്ങളോ ചൂണ്ടിക്കാണിക്കാൻ മിനുക്കിട്ടില്ല. അവർക്ക് ലൂക്കിനേക്കാൾ ഭാഷാപരിചയം കുറവായതുകൊണ്ടല്ല അത്. ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്ന് അവർക്കറിയാം. സംസാര ഭാഷയിൽ പോലും വ്യാകരണ പിശകുണ്ടായാൽ സഹിക്കാത്ത ചില മനുഷ്യരുണ്ട്. കേരളീയനായ അത്തരം ഒരു വ്യാകരണ പണ്ഡിതനെപ്പറ്റി ഒരു കഥയുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് റോഡിലൂടെ പോകുമ്പോൾ ഒരു യാചകൻ പിച്ചച്ചട്ടിയുമായിരിക്കുന്നത് കണ്ടു. അയാളിൽ അലിവ് തോന്നിയ പണ്ഡിതൻ കാൽചക്രം അയാളുടെ ചട്ടിയിലിട്ടു. ഭിക്ഷക്കാരൻ വഴിപോക്കരോട് അഭ്യർത്ഥിച്ചു, കണ്ണുപൊട്ടനായ ഈ കുരുടനോട് ദയ തോന്നണേ. ഇതുകേട്ട പണ്ഡിതൻ തിരിഞ്ഞുനിന്നു. കണ്ണുപൊട്ടനായ കുരുടൻ എന്ന് പറഞ്ഞാൽ അതിൽ പൗനരിത്യമുണ്ട്. ഒന്നുകിൽ കണ്ണുപൊട്ടനെന്നോ അല്ലെങ്കിൽ കുരുടനെന്നോ മാത്രമേ പറയാവൂ. ഇങ്ങനെ ഉപദേശിക്കുക മാത്രമല്ല, വ്യാകരണത്തെറ്റുള്ള വാചകത്തിൽ ഭിക്ഷ യാചിച്ചതുകൊണ്ട് നേരത്തെ ചട്ടിയിലിട്ട് കൊടുത്ത കാൽചക്രം തിരിച്ചെടുക്കുകയും കൂടി ചെയ്തു അദ്ദേഹം. ഈ തരത്തിൽപ്പെട്ട ഒരു മാന്യനാണ് ലൂക്ക്. അതുകൊണ്ടാണ് പ്രൂഫ് വായനക്കാരൻ തിരുത്തിയപ്പോൾ വരുത്തിയ തെറ്റുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം മിനുക്കിടുന്നത്. എന്റെ പുസ്തകത്തിന്റെ 70 പേജുകളുള്ള ആദ്യ പതിപ്പിനെ വിമർശിക്കുവാൻ 100 പേജുള്ള പുസ്തകം അദ്ദേഹം എഴുതി. അതിൽ എന്റെ വാദഗതികൾക്ക് മറുപടി പറയാൻ വളരെ കുറച്ചു പേജുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ. അധിക ഭാഗവും ഇത്തരം വിമർശനങ്ങളാണ്. എന്റെ വ്യാകരണത്തെറ്റുകൾ കണ്ടുപിടിക്കാൻ പാതിരി നടത്തുന്ന ശ്രമങ്ങൾ ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങളുടെ ഓർമ്മ എന്നിലുണർത്തി. വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങളിലെ വ്യാകരണത്തെറ്റുകൾ കണ്ടുപിടിച്ച് അവയെപ്പറ്റി വിമർശനം നടത്തിയ ഭാഷാ പണ്ഡിതന്മാരുണ്ട്. അവരെപ്പറ്റി ചുരുക്കം ഭാഷാഗവേഷകന്മാരൊഴിച്ച് ആർക്കും തന്നെ അറിയില്ല. അവരുടെ വിമർശനം കൊണ്ട് ഷേക്സ്പിയറുടെ കൃതികളുടെ മഹത്വം കുറഞ്ഞില്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവചരിത്രത്തിലും ഇത്തരം രസകരങ്ങളായ ചില വിവരങ്ങൾ കാണാം. ടാഗോർ വളരെ പ്രസിദ്ധനായതിനുശേഷവും ബംഗാളിലെ ചില പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. വ്യാകരണത്തെറ്റുകൾ തിരുത്താൻ ടാഗോറിന്റെ വാചകങ്ങളാണത്രേ അവർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നത്. അത്തരം അവഹേളനങ്ങൾ കൊണ്ട് ടാഗോറിനൊന്നും പറ്റിയില്ല. മറ്റൊരു രസകരമായ സംഭവവും ഞാൻ ഓർക്കുന്നു. വളരെക്കാലം കോട്ടയത്തെ ഇന്ത്യ പ്രസിനടുത്ത് ഒരു വീട്ടിൽ ഞാൻ താമസിച്ചിരുന്നു. അവിടുത്തെ ഒരു പ്രൂഫ് റീഡർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, തകഴി, കേശവദേവ് തുടങ്ങിയവരുടെ കൃതികളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ പ്രസിലാണ്. അതൊക്കെ തിരുത്തുന്നത് ഞാനാണ്. പേര് കിട്ടുന്നത് അവർക്കും. ഈ പ്രൂഫ് റീഡറുടെ അഭിപ്രായം കേട്ടാൽ തോന്നും തകഴിക്കും കേശവദേവിനുമൊക്കെ അംഗീകാരം കിട്ടിയത് അയാൾ പ്രൂഫ് നോക്കിയതുകൊണ്ടാണെന്ന്. അവരുടെ കൃതികളുടെ മഹത്വം മനസ്സിലാക്കാൻ അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ബാധ്യസ്ഥനായ പ്രൂഫ് റീഡർക്ക് കഴിഞ്ഞില്ല.
അതുതന്നെയാണ് എന്റെ പുസ്തകത്തിലെ അക്ഷരപ്പിശകും അച്ചടിപ്പിശകും കണ്ടുപിടിക്കാൻ ശ്രമിച്ച ലൂക്കിന്റെയും സ്ഥിതി. എന്റെ പുസ്തകത്തിലെ അക്ഷരപ്പിഴകളും പ്രയോഗവൈകല്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ മിനുക്കെട്ട ലൂക്കിന്റെ പുസ്തകത്തിലും പല അക്ഷരത്തെറ്റുകളും ശൈലീഭംഗികളും കടന്നുകൂടിയിട്ടുണ്ട്. അവ അരിച്ചുപെറുക്കി പ്രദർശിപ്പിക്കേണ്ടത് എന്റെ ജോലിയല്ല. എങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ലൂക്ക് പറയുന്നു, നിശ്ചയമെടുത്തു എന്ന് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മലയാള ശൈലിയല്ല, ടുക്ക് എ ഡിസിഷൻ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ പദാനുപത വിവർത്തനമാണ്. നമ്മുടെ ഭാഷയിൽ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുള്ളതുകൊണ്ട് അതുപോലെ മലയാളത്തിൽ വരാൻ പാടില്ലെന്നു പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിശ്ചയമെടുത്തു, നിശ്ചയിച്ചു എന്നിവ രണ്ടും ഒരേ അർത്ഥത്തിലല്ല ഭാഷ അറിയാവുന്നവർ പ്രയോഗിക്കുന്നത്. കരുതിക്കൂട്ടി ഒരു കാര്യം നിശ്ചയിക്കുമ്പോൾ നിശ്ചയമെടുത്തു എന്ന് പറയാം. നിശ്ചയിച്ചു എന്ന് മാത്രം പറയുമ്പോൾ ആദ്യത്തേതിന്റെ പിന്നിലുള്ള ഉറപ്പിക്കലില്ല. ടുക്ക് എ ഡിസിഷൻ എന്നതിന്റെ തർജ്ജമ നിശ്ചയമെടുത്തു എന്നതന്നെയാണ്. ഡിസൈഡഡ് എന്നതിനാണ് നിശ്ചയിച്ചു എന്ന് വിവർത്തനം ചെയ്യേണ്ടത്. ഇംഗ്ലീഷിലും ഇതിന് രണ്ട് പദപ്രയോഗങ്ങളാണുള്ളത്. 3 MA ഉള്ള ഉണക്ക പണ്ഡിതൻ പറഞ്ഞുകൊടുത്തതായിരിക്കാം പാവം പാതിരി എഴുതിവെച്ചത്. പാതിരിയുടെ പുസ്തകം അസീസി മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യത്തെ പേജിൽ കൊടുത്തിരുന്ന ഒരു കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു: യുക്തിവാദികൾ അമിത പ്രാധാന്യം കൊടുക്കുന്നതും സാധാരണക്കാരിൽ ചിന്താക്കുഴപ്പം സൃഷ്ടിച്ചേക്കാവുന്നതുമായ ഒരു ഗ്രന്ഥം അതിന്റെ പുകമറ നീക്കി യാഥാർത്ഥ്യങ്ങളിലേക്കു ടോർച്ചടിച്ചു നോക്കുകയാണ് ഈ ലേഖന പരമ്പരയുടെ ഉദ്ദേശം. അസീസി 1981 ആഗസ്റ്റ് ലക്കം, പേജ് 229. ഇവിടെ പറയുന്ന പുകമറ എന്ത് പ്രയോഗമാണ്? ടോർച്ചടിച്ചു നോക്കുക എന്ന പ്രയോഗവും വിചിത്രമാണ്. ടോർച്ച് ഇംഗ്ലീഷ് പദമാണ്. പന്തം എന്നാണ് ഇതിനർത്ഥം. ബാറ്ററി ഉപയോഗിച്ച് ജ്വലിപ്പിക്കുന്ന വൈദ്യുത വിളക്കിനും ടോർച്ച് എന്നു പറയാറുണ്ട്. ഇതിൽ ഏതായാലും അടിച്ചാൽ അത് കേടാവുകയുള്ളൂ. ടോർച്ച് തെളിച്ചു എന്നാണ് ശരിക്ക് പറയേണ്ടത്. പക്ഷേ ടോർച്ചടിച്ചു എന്ന് പറഞ്ഞാലും അർത്ഥം മനസ്സിലാകും. അതേ ആവശ്യമുള്ളൂ. ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ. ഇത്തരം നിരവധി പ്രയോഗ വൈകല്യങ്ങൾ ലൂക്കിന്റെ ലേഖനത്തിൽ കാണാം. ഇനി ബൈബിൾ എടുത്തു നോക്കുക. കൊല്ലരുത് അല്ലെങ്കിൽ കൊല ചെയ്യരുത് എന്നതിനു പകരം കുല ചെയ്യരുത് എന്ന് അതിൽ അച്ചടിച്ചിരിക്കുന്നു. ബൈബിൾ വിവർത്തനം ഗ്രീക്കു മൂലകൃതിയുമായി ഒത്തുനോക്കി പരിഷ്കരിച്ച ആർച്ചു ഡീക്കൻ കോശിക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സാമാന്യബോധമുള്ളവരാരെങ്കിലും പറയുമോ? കൊലയ്ക്കു പകരം കുല എന്ന് അടിച്ചുപോയതുപോലെ മറ്റ് നിരവധി തെറ്റുകൾ ബൈബിളിൽ കാണാം. അക്കാരണം കൊണ്ടല്ല ഞങ്ങളാരും ബൈബിളിനെ വിമർശിക്കുന്നത്. പാതിരിയുടെ പാണ്ഡിത്യക്കസുർത്ത്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തെ വിമർശിക്കുന്നു എന്ന വ്യാജേന കുറെ പാണ്ഡിത്യക്കസത്തുകൾ പാതിരി കാണിക്കുന്നുണ്ട്. ലാറ്റിൻ, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച കുറെ കൃതികളുടെ പേരും കുറിപ്പുകളും യാതൊരു ആവശ്യവുമില്ലാതെ എഴുതി ചേർത്തിട്ടുണ്ട്. കുഞ്ഞാടുകളുടെ മുമ്പിൽ പാണ്ഡിത്യം കാണിക്കണമല്ലോ. എന്നിട്ട് മുഖവരിയിൽ ഇങ്ങനെ പറയുന്നു: വായനക്കാരോട് 2 അഭ്യർത്ഥനകളുണ്ട്. ആദ്യമായി കുറിപ്പുകളെല്ലാം ശ്രദ്ധാപൂർവം പാരായണം ചെയ്യണം. അനേകം കാര്യങ്ങൾ അവയിൽ കാണാൻ കഴിയും. വായന അത്ര എളുപ്പമുള്ളതാണെന്ന് പറയാൻ വയ്യ. രണ്ടാമതായി ഗ്രന്ഥത്തിലെ പ്രസ്താവനകൾ വിമർശന ബുദ്ധിയോടെ വായിക്കണം. കുറിപ്പുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായനക്കാർക്കു ലഭിക്കാൻ വിഷമം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പരിശോധിച്ചാൽ മതി. മഹാപണ്ഡിതൻ എന്ന് സ്വയം വീമ്പിളക്കുന്ന പാതിരിയുടെ പ്രധാന റഫറൻസ് ഏതാണെന്ന് വ്യക്തമായല്ലോ. എൻസൈക്ലോപീഡിയകൾ പ്രാഥമിക വിജ്ഞാനം സ്വീകരിക്കുന്നതിനു വേണ്ടിയല്ലാതെ മൗലിക ഗവേഷണത്തിന് ആരും ഉപയോഗിക്കാറില്ല. ഗവേഷണ പ്രബന്ധം രചിക്കുന്നതിന് സ്വീകരിക്കേണ്ട മെത്തഡോളജിയെപ്പറ്റി പറയുന്ന ആൾക്ക് ഗവേഷണത്തിന്റെ ഈ അടിസ്ഥാന പ്രമാണം അറിയാതെ പോയത് കഷ്ടമായിപ്പോയി. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയെപ്പറ്റി ലൂക്കിന്റെ അടുത്ത വാചകം ഇങ്ങനെയാണ്: പണ്ഡിതലോകം അംഗീകരിക്കുന്നതും ഉന്നത നിലവാരം പുലർത്തുന്നതുമായ ഒരു ഗ്രന്ഥാവലിയാണല്ലോ ഈ എൻസൈക്ലോപീഡിയ. ഈ വാചകത്തിൽ ഒരു റോമൻ കത്തോലിക്ക കൗശല പദ്ധതി ഒളിഞ്ഞിരിപ്പുണ്ട്. 18ാം ശതകത്തിലെ വിജ്ഞാനകോശങ്ങൾ നന്നായി അറിയാവുന്ന സഭാധികൃതർ പിൽക്കാലത്ത് എൻസൈക്ലോപീഡിയകളിൽ തിരുത്തലുകൾ വരുത്താൻ ശ്രമിച്ചു. 1909 11ാം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതുവരെ ബ്രിട്ടാനിക്കയിൽ ഒന്നും ചെയ്യാൻ കത്തോലിക്കർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ 1928 പ്രസിദ്ധീകരിച്ച 14ാമത്തെ പതിപ്പിനെപ്പറ്റി വെസ്റ്റ് മിനിസ്റ്റർ കാത്തലിക് ഫെഡറേഷന്റെ 1928 ഫെബ്രുവരിയിലെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത്, പ്രസിദ്ധീകരിക്കുന്നതിനു മുമ്പ് അതിന്റെ ജോലിയിൽ ഒരു പ്രത്യേക പങ്കുവഹിക്കുന്നതിന് കത്തോലിക്കർ ക്ഷണിക്കപ്പെടുകയോ അതിന് അവരെ അനുവദിക്കുകയോ ചെയ്തു എന്നാണ്. കത്തോലിക്ക പ്രചാരണ തന്ത്രം വിശദീകരിക്കുന്ന ആ പ്രസിദ്ധീകരണത്തിൽ തുടർന്ന് ഇങ്ങനെ കാണുന്നു: കത്തോലിക്ക വീക്ഷണത്തിന് എതിരായ മാറ്ററുകൾ മാറ്റുന്നതിനുവേണ്ടി എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പരിഷ്കരിക്കുകയുണ്ടായി. 28 വാല്യങ്ങൾ മുഴുവനും ഇങ്ങനെ പരിശോധിച്ചു. ഇങ്ങനെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ റോമൻ കത്തോലിക്ക സഭ നടത്തിയ കൈകടത്തലുകളെയും കുത്തിത്തിരിപ്പുകളെയും പറ്റി വിശദമായി വിവരിക്കുന്ന ഒരു പുസ്തകം തന്നെ പുറത്തുവന്നിട്ടുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിലെ നുണകളും കാപട്യങ്ങളും എന്നാണിതിന്റെ പേര്. പണ്ഡിതനായ ജോസഫ് മക്കാബെയാണ് അതിന്റെ കർത്താവ്. എൻസൈക്ലോപീഡിയ അമേരിക്കാനയിലും
കത്തോലിക്കർ ഇത്തരം തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മ പരിശോധന കൂടാതെ ആർക്കും സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ഈ വിവരം ലൂക്കിന് അറിഞ്ഞുകൂടെങ്കിൽ സ്വയം കരുതുന്നതുപോലെ അദ്ദേഹം അത്ര പണ്ഡിതനൊന്നുമല്ല. അഥവാ അറിഞ്ഞുകൊണ്ട് ഒളിച്ചുവെച്ചതാണെങ്കിൽ നുണ പറയാൻ മടിയില്ലാത്ത കൗശലക്കാരനായ ഒരു പുരോഹിതനാണ് അദ്ദേഹമെന്ന് കരുതേണ്ടിവരും. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി എന്തു കൃത്രിമം കാണിക്കാനും കത്തോലിക്കാ സഭ മടിച്ചിട്ടില്ലെന്ന് ചരിത്രം തെളിയിക്കുന്നു. ആ സഭയുടെ പ്രചരണതന്ത്രത്തിൽ പ്രത്യേക പരിശീലനം നേടിയവരാണല്ലോ അവരുടെ പാതിരിമാർ. ലൂക്ക് ഇക്കാര്യത്തിൽ മറ്റു കത്തോലിക്കാ പാതിരിമാരിൽ നിന്ന് ഒട്ടും പിന്നിലല്ല. അദ്ദേഹം പറയുന്നു, ഇനി പുസ്തകത്തിന്റെ മറ്റു ചില വശങ്ങൾ പരിശോധിക്കാം. കവറിന്റെ 4-ാമത്തെ പേജിൽ ഇടമറുക് പ്രസിദ്ധ ചിന്തകനും ലോക നാസ്തിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളും ചരിത്ര ഗവേഷകനുമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ അതിശയോക്തി സ്വൽപ്പം കൂടിപ്പോയി. ലോക നാസ്തിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹമെന്ന് പറയുന്നതും ശരിയാണെന്ന് തോന്നുന്നില്ല. വായനക്കാരിൽ പലരും ഫ്രഞ്ച് ചിന്തകനും സാഹിത്യകാരനുമായ സാർത്രനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇദ്ദേഹം നാസ്തികനാണ്. നാസ്തികവാദം സ്ഥാപിക്കുന്നതിന് പുതിയ വാദങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. സാർത്രനേക്കാൾ കൂടുതൽ ഒറിജിനാലിറ്റിയുള്ള മറ്റൊരു ഫ്രഞ്ച് ചിന്തകനാണ് മെർലോ പൊന്തി. പരിചിതനായിരിക്കാൻ വഴിയില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. ഇവരെപ്പോലെ പ്രഗത്ഭനായ ഒരു നിരീശ്വരവാദിയാണ് ഇടമറുകെന്നു പ്രസ്താവിക്കുന്നത് കടുത്ത അതിശയോക്തിയാണ്. അസിസി 1981 ആഗസ്റ്റ് ലക്കം പേജ് 230. 2-3 കൃത്രിമങ്ങൾ ഈ പ്രസ്താവനയിലുണ്ട്. 1. കവർ 4-ാം പേജിൽ കൊടുക്കുന്ന മാറ്റർ ഗ്രന്ഥകാരന്റേതല്ല. അത് പ്രസാധകർ എഴുതിച്ചേർക്കുന്നതാണ്. ഗ്രന്ഥകാരനെയോ പുസ്തകത്തെയോ പറ്റി പ്രസാധകർ എഴുതുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. അതിന് ഗ്രന്ഥകാരനെ മനഃപൂർവ്വം ഉത്തരവാദിയാക്കുന്നത് മനഃപൂർവ്വം അവഹേളിക്കുന്നതിനു വേണ്ടിയാണ്. 2. പ്രസാധകർ പോലും വിശ്വചിന്തകന്മാരായ സാർത്രനോടോ മെർലോ പൊന്തിയോടോ ഗ്രന്ഥകാരനെ ഉപമിച്ചിട്ടില്ല. പക്ഷേ ലോക നാസ്തിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിലൊരാൾ എന്ന് അവർ പറഞ്ഞത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. നാസ്തികരുടെ ലോകസംഘടനയായ യുണൈറ്റഡ് വേൾഡ് എത്തിയസ്റ്റ്സിന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് ഞാൻ. 1978 ഇന്റർനാഷണൽ എത്തീസ്റ്റ് അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ നാസ്തിക സംഘടനകളെ ഏകോപിപ്പിക്കുന്നതിൽ ഞാൻ വഹിച്ച പങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അത് നൽകപ്പെട്ടതും. അത്രയും വിവരങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് പ്രസാധകർ ലോക നാസ്തിക പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽ ഒരാൾ എന്നെഴുതിയത്. ജോൺ പോൾ മാർപ്പാപ്പ ലോകത്തിലെ കത്തോലിക്കാസഭ നേതാവാണെന്നു പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തിയോളജിസ്റ്റ് അഥവാ ദൈവവിജ്ഞാനിയാണെന്ന് അർത്ഥമില്ലല്ലോ. ഏതായാലും അസിസിയിലെ ലേഖനങ്ങൾ പുസ്തകരൂപത്തിലാക്കിയപ്പോൾ പാതിരി പ്രസ്താവനയിൽ അല്പമൊരു തിരുത്തൽ വരുത്തി. ചരിത്രഗവേഷണത്തിന് പാതിരിയുടെ നിർവചനം. ഞാൻ ഗവേഷകനാണെന്ന് പ്രസാധകർ എഴുതിയതിനെതിരെയും പാതിരി അമർഷം കൊള്ളുന്നു. തുടർന്ന് എന്താണ് ചരിത്രഗവേഷണം എന്നതിന് അദ്ദേഹം ഒരു പുതിയ നിർവചനം നൽകുന്നത് ശ്രദ്ധിക്കുക. ചരിത്ര ഗവേഷണം എന്താണെന്നറിയാൻ സുപ്രസിദ്ധ ഗവേഷകരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം. തിയഡോർ മോംസൺ രചിച്ച റോമൻ ചരിത്രം, ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്ന എഡ്വേർഡ് മയ്യർ എഴുതിയ പ്രാചീന ചരിത്രം മുതലായവ ചരിത്ര ഗവേഷണത്തിന്റെ മാതൃകകളാണ്. ഇവ വായിച്ചെങ്കിൽ മാത്രമേ ആധുനിക ചരിത്ര ഗവേഷണമെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇടമറുക് ഇവ വായിച്ചിട്ടില്ലെന്ന് തറപ്പിച്ചു പറയാം. പേജ് 26. മോംസണിന്റെയോ മയ്യറുടെയോ പുസ്തകങ്ങൾ വായിച്ചെന്നുവെച്ച് ഒരുത്തരും ഗവേഷകരാവുകയില്ല. ഇനി ഞാൻ അത് വായിച്ചിട്ടില്ലെന്ന് പാതിരി പറഞ്ഞത് ഗോതമ്പപ്പവും ഇറച്ചിയായി മാറുമെന്നുള്ള കത്തോലിക്ക വിശ്വാസം പോലെയുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ഫലമാണ്. തിയഡോർ മോംസൺ ജർമ്മൻ ഭാഷയിലാണ് പുസ്തകം എഴുതിയത്. എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ലാത്തതുകൊണ്ട് അത് വായിച്ചിരിക്കുകയില്ലെന്ന് പാതിരി സ്വയം അങ്ങ് സങ്കല്പിക്കുകയായിരുന്നു. 1902 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ മോംസന്റെ കൃതികൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നാണ് പാവം പാതിരി കരുതിയിരിക്കുന്നത്. 1862-75 കാലത്തുതന്നെ റോമിന്റെ ചരിത്രം, ദ സ്റ്റോറി ഓഫ് റോം 4 വാള്യങ്ങളായി ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു. അതിന്റെ 5ാം ഭാഗം റോമാ സാമ്രാജ്യത്തിലെ പ്രൊവിൻസുകൾ, ദ പ്രൊവിൻസസ് ഓഫ് റോമൻ എംപയർ എന്ന പേരിൽ 2 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകങ്ങൾ 1936 എവരി മാൻ സീരീസിലാണ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധ പത്രപ്രവർത്തകനായിരുന്ന പരേതനായ കെ.സി. മാമ്മൻ മാപ്പിളയുടെ ലൈബ്രറിയിലെ ഗ്രന്ഥശേഖരത്തിൽപ്പെട്ട കുറേയേറെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ മനോരമയുടെ ചീഫ് എഡിറ്റർ കെ.എം. മാത്യു എനിക്ക് സമ്മാനിച്ചിരുന്നു. അതുകൊണ്ട് 1950കളിൽ തന്നെ മോംസന്റെ കൃതികളുടെ പരിചയം നേടാൻ എനിക്ക് സാധിച്ചിരുന്നു. പക്ഷേ പാതിരി ദിവ്യജ്ഞാനം കൊണ്ട് പറയുന്നത് ഞാനത് വായിച്ചിട്ടില്ലെന്നാണ്. പാവം ലൂക്ക് ഏതോ ആശ്രമത്തില് കുത്തിയിരുന്ന് തോന്നുന്നതൊക്കെ കുത്തിക്കുറിക്കുകയാണ്. മനുഷ്യരെപ്പറ്റിയോ ലോകത്തെപ്പറ്റിയോ വലിയ വിവരമൊന്നും അദ്ദേഹത്തിനുണ്ടായിരിക്കുകയില്ല. ഇനി മോംസന്റെയോ മയ്യറുടെയോ കൃതികൾ വായിക്കാത്ത ഗവേഷകന്മാരില്ലേ? ഡൽഹിയിൽ അറിയപ്പെടുന്ന പല ചരിത്രകാരന്മാരും ജീവിക്കുന്നുണ്ട്. അവരിൽ ചിലരോട് ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തിരക്കി. റോമൻ ചരിത്രം പ്രത്യേകമായെടുത്തു പഠിച്ചവർ അത് വായിച്ചിട്ടുണ്ട്. അല്ലാത്ത ചിലർ അതേപ്പറ്റി കേട്ടിട്ടേയുള്ളൂ. ആ പുസ്തകത്തെപ്പറ്റി കേൾക്കാത്ത ചരിത്രകാരന്മാരെയും ഞാൻ കണ്ടു.
കേരളത്തിലെ പ്രശസ്ത ചരിത്രകാരന്മാരായിരുന്ന കെ.പി. പത്മനാഭമേനോനോ ഇളംകുളം കുഞ്ഞൻപിള്ളയോ അവ വായിച്ചിരുന്നോ എന്നെനിക്ക് നിശ്ചയമില്ല. അവരുടെ കൃതികളിൽ ഇവരെ ഉദ്ധരിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇളംകുളവും കെ.പി. പത്മനാഭമേനോനും ലൂക്കിന്റെ ദൃഷ്ടിയിൽ ചരിത്രകാരന്മാരോ ഗവേഷകന്മാരോ ആവുകയില്ല. ഇനി ലൂക്കിന്റെ മറ്റൊരു സിദ്ധാന്തം കേൾക്കുക. ബൈബിളിനെപ്പറ്റി ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഗ്രീക്കും അറമായിക്കും ഹീബ്രുവും അറിഞ്ഞിരിക്കണം. ഇതുമാത്രം പോരാ, ജർമ്മൻ, ഫ്രഞ്ച് മുതലായ ഭാഷകളിലും പരിജ്ഞാനമുണ്ടായിരിക്കണം. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും പറ്റി ആധികാരികമായ വിധത്തിൽ പ്രതിപാദിക്കുന്ന മിക്ക ഗ്രന്ഥങ്ങളും ജർമ്മനിലും ഫ്രഞ്ചിലുമാണുള്ളത്. അസിസി 1981 ആഗസ്റ്റ്, പേജ് 230. ഇതിനേക്കാൾ ബാലിശമായ ഒരു അഭിപ്രായം ഒരാൾക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബൈബിളുകളൊക്കെ കള്ള തർജ്ജമകളാണെന്നുകൂടി ഇതിൽ സൂചനയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ മാത്രമല്ല, കത്തോലിക്കർ പ്രസിദ്ധീകരിച്ച ബൈബിളുകളുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. അതൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണെന്നാണ് ലൂക്ക് പറയുന്നതെങ്കിൽ അതിനു കേരളത്തിലെ ക്രിസ്ത്യാനികൾ തന്നെ മറുപടി പറഞ്ഞുകൊള്ളട്ടെ. ജർമ്മനും ഫ്രഞ്ചും അറമായിക്കും അറിയാത്തവരാണല്ലോ കേരളത്തിലെ പാതിരിമാരിൽ അധികവും. അവർ ക്രിസ്തുമതത്തെപ്പറ്റി പറയുന്നതും തെറ്റായിരിക്കണമല്ലോ. ലൂക്കിന് തന്നെ ഈ ഭാഷകളെല്ലാം അറിയാമോ? ഒരുപക്ഷെ കഷ്ടിച്ചു വായിക്കാൻ അറിയാമായിരിക്കും. ഒരു ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം നേടുവാൻ വളരെ പ്രയത്നം വേണം. ഈ ഭാഷയെല്ലാം പഠിച്ചിട്ട് ഗവേഷണം നടത്താൻ ആർക്കും കഴിഞ്ഞെന്നുവരില്ല. ആവശ്യമായ ഭാഗങ്ങൾ ആരെക്കൊണ്ടെങ്കിലും തർജ്ജമ ചെയ്യിക്കുകയോ ആധികാരികമായ തർജ്ജമകൾ പരിശോധിക്കുകയോ ആണ് ശരിയായ മാർഗം. അറമായിക്ക്, ഹീബ്രു, ഗ്രീക്ക് തുടങ്ങിയ ഭാഷകളെല്ലാം പഠിക്കാത്തവർക്ക് ബൈബിളിനെപ്പറ്റി ഒന്നും പറയാൻ അർഹതയില്ലെന്ന് പറയുന്നത് പാതിരിമാരുടെ പഴയ തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ലത്തീനിലും സുറിയാനിയിലും കുർബാന ചൊല്ലുന്നത് കേൾക്കുമ്പോൾ പാവം വിശ്വാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു. സംസ്കൃത മന്ത്രങ്ങൾ ചൊല്ലിയിരുന്ന ഹിന്ദു പുരോഹിതനും അതാണ് ചെയ്തിരുന്നത്. പാതിരിമാർക്കല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ആ കാപട്യത്തിന്റെ പഴയ വീഞ്ഞു തന്നെയാണ് ലൂക്കാ പാതിരി പുതിയ കുപ്പിയിൽ പ്രദർശിപ്പിക്കാൻ നോക്കുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കാതെ മാർക്സിസം പഠിക്കാൻ സാധ്യമല്ലെന്നും റഷ്യൻ ഭാഷയിലല്ലാതെ സ്റ്റാലിന്റെയും ലെനിന്റെയും കൃതികൾ വായിച്ചാൽ ശരിയല്ലെന്നും കൂടി ഇദ്ദേഹം പറഞ്ഞേക്കും. ഇക്കണക്കിന് ഒരാൾ ലോകചരിത്രം എഴുതണമെങ്കിൽ ലോകത്തിലുള്ള 3000-ൽ-പരം ഭാഷകളും പഠിക്കണം. ഇത്തരം പമ്പര വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കാൻ ഒരു മടിയുമില്ല ലൂക്കാ പാതിരിക്ക്. മാർട്ടിൻ ലൂതറിന്റെയും കാൽവിന്റെയും പുസ്തകങ്ങൾ വായിച്ചുവെന്ന് സാന്ദർഭികമായി ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതേപ്പറ്റി പാതിരിയുടെ വിമർശനം ഇങ്ങനെയാണ്: ലൂതറിന്റെയും കാൽവിന്റെയും മൂലഗ്രന്ഥങ്ങൾ ഇടമറുകു കണ്ടിരിക്കാൻ ഇടയില്ലെന്ന് എനിക്ക് തോന്നി. കാരണം വിശദമാക്കാം. മാർട്ടിൻ ലൂതർ ഒന്നാംകിട പണ്ഡിതനായിരുന്നു. അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ ബൈബിൾ വിവർത്തനം ജർമ്മൻ സാഹിത്യത്തിന്റെ അടിത്തറയത്രേ. ധാരാളം ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷയിലും ലാറ്റിനിലും ലൂതർ രചിച്ചു. അവയുടെ ആധികാരികമായ പതിപ്പ് വൈമാർ എന്ന സ്ഥലത്തുനിന്ന് 1863-ൽ ലൂത്രൻ പണ്ഡിതന്മാർ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. 1960 വരെ ഗ്രന്ഥങ്ങൾ പുറത്തുവന്നു. ഈ ഗ്രന്ഥപരമ്പര കേരളത്തിലില്ല. ജോൺ കാൽവിൻ ഫ്രഞ്ചുകാരനും ഫ്രഞ്ച് സാഹിത്യത്തിലെ മികച്ച എഴുത്തുകാരനുമാണ്. ലാറ്റിനിലും അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു. ലൂത്രനേക്കാൾ മൗലികത്വമുള്ള ചിന്തകനാണ് കാൽവിൻ. ഇദ്ദേഹത്തിന്റെ കൃതികളുടെ പ്രാമാണിക പ്രസാധനം 1863-ൽ പുറത്തുവരാൻ തുടങ്ങി. പ്രസിദ്ധീകരണം 1900-ൽ അവസാനിച്ചു. ആകെ 59 വാള്യങ്ങൾ. ഈ ഗ്രന്ഥാവലിയും കേരളത്തിലില്ല. ഫ്രഞ്ച് ഭാഷയിലും ജർമ്മൻ ഭാഷയിലുമുള്ള മൂലഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രമേ ലൂതറിന്റെയും കാൽവിന്റെയും ആശയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ ഇതിനർത്ഥം. ലൂതറിന്റെ 99 വാല്യങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. ലൂക്കും വായിച്ചിരിക്കാൻ ഇടയില്ല. ജെ കോസ്റ്റ്ലിൻ എഴുതിയ ലൂതറിന്റെ ദൈവവിജ്ഞാനം, ലൂതേഴ്സ് തിയോളജി എന്ന പുസ്തകം 2 വാല്യത്തിൽ ഇംഗ്ലീഷിൽ പുറത്തുവന്നിരുന്നു. അതും അതുപോലുള്ള ചില ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ലൂതറിന്റെ ചില തിരഞ്ഞെടുത്ത ലേഖനങ്ങളുമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ലൂതറിന്റെ ആശയങ്ങൾ എന്താണെന്ന് അറിയുക മാത്രമേ എനിക്കാവശ്യമുണ്ടായിരുന്നുള്ളൂ. കാൽവിന്റെ കാര്യത്തിലും എന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ ആശയമെന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. അതിനു പറ്റിയ കൃതികൾ ഇംഗ്ലീഷിൽ സുലഭമാണ്. കാൽവിനിസത്തെപ്പറ്റി തീസിസ് എഴുതേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നില്ലല്ലോ. ഫ്രഞ്ച് പഠിക്കാത്തവർക്കാർക്കും കാൽവിനിസം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെന്നാണ് പാതിരിയുടെ നിഗമനമെങ്കിൽ ലോകത്തിലുള്ള കാൽവിനിസ്റ്റുകളിൽ അധികം ആളുകൾക്കും കാൽവിനിസത്തെപ്പറ്റി അറിഞ്ഞുകൂടെന്നും കൂടി പറയേണ്ടി വരും. ഇത്രയേറെ വിവരക്കേട് പറയുന്ന ഈ മനുഷ്യന്റെ പേരിന്റെ അറ്റത്ത് PhD എന്നെഴുതി കാണുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. വിഡ്ഢിത്തരം എഴുന്നള്ളിക്കുന്നതിന് ആരെങ്കിലും PhD കൊടുക്കുമെങ്കിൽ തീർച്ചയായും അതിന് ലൂക്ക് അർഹനാണ്. മന്ത്രവാദിയെ തിരുമേനിയെന്നു വിളിക്കണം പോലും. ലൂക്കിന് മറ്റൊരു വിഷമം ഞാൻ മെത്രാപ്പോലീത്തായെ മിസ്റ്റർ പൗലോസ് എന്ന് സംബോധന ചെയ്തതിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം. ശ്രീമാൻ ജോസഫ് ഇടമറുകിന്റെ ഗ്രന്ഥത്തിൽ 3 അനുബന്ധങ്ങളുണ്ട്. ഒന്നാമത്തേത് ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ കണ്ടനാട് ഭദ്രാസന ഇടവകയുടെ മെത്രാപ്പോലീത്ത ആയിരുന്ന പൗലോസ് മാർ പി ലെക്സിനോസ് ഇടമറുകിന് അയച്ച കത്തത്രേ.
അതേ സംബന്ധിച്ച കുറിപ്പിൽ മെത്രാപ്പോലീത്ത തിരുമേനി ഇടമറുകിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു കത്ത് അയക്കുകയുണ്ടായി എന്ന് കാണുന്നു. രണ്ടാമത്തെ അനുബന്ധം ഇടമറുക അയച്ച മറുപടിയാകുന്നു. അതിൽ മെത്രാപ്പോലീത്തയെ ഡിയർ മിസ്റ്റർ പോലോസ് എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. കുറിപ്പിൽ ഇത് ഏതോ വലിയ കാര്യമെന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ നേരെ ബഹുമാനപൂർവ്വം പെരുമാറുകയെന്നത് നമ്മുടെ വ്യക്തിമഹാത്മ്യത്തെ കാണിക്കുന്ന ഒന്നാണ്. ക്രൈസ്തവരും അക്രൈസ്തവരും സഭാധികാരികളോട് ബഹുമാനപുരസ്സരമേ സംസാരിക്കാറുള്ളൂ. ഇപ്രകാരം ചെയ്യുകയെന്നത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. മെത്രാപ്പോലീത്തയെ ഡിയർ മിസ്റ്റർ പോലോസ് എന്ന് വിളിച്ചത് മോശമായിപ്പോയി. യുക്തിവാദിയായതുകൊണ്ട് ഇടമറുകിന് പൊലൈറ്റ്നസ് ആവശ്യമില്ലെന്ന് വരുമോ? അസിസി 1981 ഒക്ടോബർ, പേജ് 295. ഞാൻ ഏതാണ്ട് ഒരു വലിയ തെറ്റ് കാണിച്ചു എന്ന മട്ടിലാണ് ലൂക്ക് പറയുന്നത്. സഭാധികാരം ഒരു ഉന്നത പദവിയായി ഗണിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇല്ലാത്ത ദൈവത്തിന്റെ പേര് പറഞ്ഞു മനുഷ്യനെ പറ്റിച്ചതിനെന്ന പരാന്നഭോജികളാണ് ലൂക്ക് ഉൾപ്പെടെയുള്ള എല്ലാ പാതിരിമാരും. പരസ്യമായി ഒരു കുട്ടിയുടെ പോലും പിതൃത്വം അവകാശപ്പെടാൻ നിവൃത്തിയില്ലാത്ത പുരോഹിതന്മാർ അച്ഛൻ എന്ന നെറ്റിപ്പട്ടവും അണിഞ്ഞുകൊണ്ട് എല്ലാവരും അച്ഛ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വിഷമമാണ്. തിരുമേനി എന്ന് മെത്രാന്മാരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല. തിരുമേനി എന്ന് വിളിക്കപ്പെടാൻ മെത്രാന്മാർ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് തയ്യാറില്ലാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മെത്രാന്റെ മേനിക്കോ മറ്റുള്ളവരുടെ മേനിക്കില്ലാത്ത ഒരു മഹത്വവും ഞാൻ കാണുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ഓ അങ്ങനെ പറയാമോ? മെത്രാൻ ചത്താൽ കാലം ചെയ്തെന്ന് മാത്രമേ പറയാവൂ എന്നാണല്ലോ വെപ്പ്. മെത്രാന്റെ ശരീരവും മറ്റുള്ളവരുടേതുപോലെ തന്നെ ചെയ്യും. ഇനി ബുദ്ധിശക്തിയുടെ കാര്യമെടുത്താലും ഈ മെത്രാന്മാർക്ക് മറ്റുള്ളവരെക്കാൾ മെച്ചമൊന്നുമില്ല. പല മെത്രാന്മാരെയേക്കാൾ വിവരമുള്ള ചുമട്ടുകാർ പോലും ഈ നാട്ടിലുണ്ട്. ഇനി മറ്റൊരു വിധത്തിൽ ആലോചിച്ചു നോക്കാം. മനുഷ്യ സമുദായത്തിന് എന്തെങ്കിലും ഗുണം ഇവർ ചെയ്യുന്നുണ്ടോ? ചുവന്ന കുപ്പായമിട്ടുകൊണ്ട് ബിഷപ്സ് പാലസിൽ കഴിയുന്ന മെത്രാന്മാരെല്ലാം വിശ്വാസികളെ ചൂഷണം ചെയ്യുകയാണ്. അവർ ചിന്തിക്കുന്നതാകട്ടെ ചൂഷണം എന്നും തുടരാനുള്ള മാർഗങ്ങളെപ്പറ്റിയും. കൗശലപൂർവ്വം അവർ മനുഷ്യരെ കൊള്ളയടിച്ചു തിന്നു തീർക്കുന്നു. കൊള്ളക്കാരെ തിരുമേനി എന്ന് വിളിച്ച് ആദരിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പാതിരിമാരും മെത്രാന്മാരും ആളുകളെ ചൂഷണം ചെയ്യുകയല്ലെന്നും അവർ മതകർമ്മങ്ങൾ നടത്തിക്കൊടുത്ത് പണം വാങ്ങുകയേ ചെയ്യുന്നുള്ളൂ എന്നും വാദിക്കുന്നവരുണ്ട്. ഈ വാദം അംഗീകരിക്കുകയാണെങ്കിൽ നാട്ടുംപുറത്തെ മന്ത്രവാദിയെയും ഇതുപോലെ നമ്മൾ മാനിക്കേണ്ടിവരും. അന്ധവിശ്വാസികളായ ചിലർ മന്ത്രവാദികളെ ആദരിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ സാധാരണ മന്ത്രവാദി കോഴിയെ വെട്ടി ചോരയൊലിപ്പിച്ചിട്ട് അത് കാളിയോ മാടനോ കഴിച്ചു എന്ന് പറയും. പാവം വിശ്വാസി അത് സത്യമാണെന്ന് തന്നെ കരുതും. ഇതും ക്രിസ്ത്യാനികളുടെ കുർബാനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗോതമ്പപ്പവും വീഞ്ഞും എടുത്തുവെച്ചിട്ട് പുരോഹിതൻ പ്രാർത്ഥിക്കും. അതുകഴിഞ്ഞ് യേശുവിന്റെ സാക്ഷാൽ ഇറച്ചിയും ചോരയുമായി അത് മാറിയെന്നു പറഞ്ഞുകൊണ്ട് വിശ്വാസിക്ക് അത് കഴിക്കാൻ കൊടുക്കും. പച്ചയിറച്ചിയും പച്ചച്ചോരയുമാണെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ഭക്തൻ അത് കഴിക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയെന്ന് അറിയപ്പെടുന്നത്. പ്രാകൃതമായ ഈ മന്ത്രവാദമാണ് എല്ലാ ദിവസവും പള്ളിയിൽ നടത്തുന്നത്. എല്ലാ പാതിരിമാരും മെത്രാന്മാരും ഈ മന്ത്രവാദം നടത്തുന്നു. നാട്ടുംപുറത്തെ മന്ത്രവാദിയും ഇവരും തമ്മിലുള്ള ഏക വ്യത്യാസം ഇവർ സംഘടിതരും നാട്ടുംപുറത്തെ മന്ത്രവാദികൾ അസംഘടിതരുമാണെന്ന് മാത്രമേയുള്ളൂ. ഇത്തരം മന്ത്രവാദിയെ തിരുമേനി എന്ന് സംബോധന ചെയ്യാതിരിക്കുന്നത് മര്യാദകേടാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭിമാനമുള്ള ഒരുത്തരും അതിന് തയ്യാറാവുകയില്ല. മെത്രാന്മാരെ മാത്രമല്ല നമ്പൂതിരിമാരെയും തിരുമേനി എന്ന് വിളിക്കുന്നത് തെറ്റാണ്. തമിഴ് ബ്രാഹ്മണരെയും സന്യാസിമാരെയും സ്വാമി എന്ന് വിളിക്കുന്നതും ഇതുപോലെ തന്നെ ആക്ഷേപകരമാണ്. മെത്രാനും മഹറോനും. ക്രിസ്തു ഒരു മനുഷ്യൻ എന്ന പുസ്തകമെഴുതിയതിന് 1954 പൗലോസ് പി ലെക്സിനോസ് മെത്രാൻ എന്നെ മഹറോൻ ചൊല്ലി സഭയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അതിന് പ്രാരംഭമായി അദ്ദേഹം അയച്ച കത്ത് അനുബന്ധം 2 കാണാം. അതിനെ ലൂക്ക് ന്യായീകരിക്കുന്നത് നോക്കുക. ഈ ലേഖകൻ തിരുമേനിയുടെ കത്തിൽ യാതൊരു ഭീഷണിയും കണ്ടില്ല. ഇടമറുകിനെ വധിക്കുമെന്നോ പീഡിപ്പിക്കുമെന്നോ ജയിലിൽ അടയ്ക്കണമെന്നോ അദ്ദേഹത്തിനെതിരായി കേസുകൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ശരി തന്നെ. എന്തുകൊണ്ടാണ് മെത്രാൻ അങ്ങനെ ചെയ്യാതിരുന്നതെന്നറിയാമോ? ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ അതിനൊന്നും മെത്രാന് അധികാരമില്ലെന്നതുകൊണ്ട് തന്നെ. വധിക്കുമെന്ന് പരസ്യമായി കത്തെഴുതിയാൽ മെത്രാൻ ജയിലിൽ പോകേണ്ടിവരും. പക്ഷേ മെത്രാന്മാർക്കും കർദിനാളന്മാർക്കും അധികാരമുണ്ടായിരുന്ന കാലത്ത് അവർക്കെതിരായി ചിന്തിച്ചവരെ എന്തുമാത്രം ക്രൂരമായ ശിക്ഷാവിധികൾക്ക് അവർ വിധേയരാക്കിയിട്ടുണ്ടെന്നുള്ളതിന് ചരിത്രത്തിൽ ധാരാളം തെളിവുകളുണ്ട്. നാക്ക് പിഴുതെടുക്കുക, കണ്ണു കുത്തിപ്പൊട്ടിക്കുക, ഇരുമ്പാണി നിരത്തിയ കട്ടിലിൽ കിടത്തുക, ചെവിയിൽ ഇരുമ്പ് ഉരുക്കി ഒഴിക്കുക, ജീവനോടെ തീയിലിട്ട് കൊല്ലുക, തൊലി ഉരിയുക തുടങ്ങി പല ശിക്ഷാവിധികളും സഭാ നേതാക്കന്മാർ നടപ്പാക്കിയിരുന്നു. ഇവയെപ്പറ്റി പീഡനമുറകൾ നൂറ്റാണ്ടുകളിലൂടെ എന്ന പേരിൽ എന്റെ പുത്രനും യുക്തിവാദിയുമായ സനൽ ഇടമറുക് മാതൃഭൂമിയിൽ ഏതാനും നാൾ മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു. പിന്നീട് ഇത് ഒരു ചെറു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതെല്ലാം ലൂക്കും സമ്മതിക്കുന്നതായി കാണുന്നു. പണ്ട് നടന്ന മർദ്ദനങ്ങളെയും മറ്റും പറ്റി ഇടമറുക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനം വായിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വാസ്തവമാകുന്നു. പേജ് 89.
അധികാരം ഒന്നുമില്ലാതിരുന്നിട്ടും മെത്രാപ്പോലീത്തായും അദ്ദേഹത്തിന്റെ ഏജന്റുമാരും എനിക്കെതിരായി അന്ന് സ്വീകരിച്ച നടപടികൾ ഇന്നും ഞാൻ ഓർക്കുന്നു. യുവാവായ എന്നെ കൊല്ലാൻ അക്കാലത്ത് പല ശ്രമങ്ങളും നടന്നു. അത് സാധിക്കാതെ വന്ന ഘട്ടത്തിൽ പിതൃസ്വത്തിൽ ഒരു പൈസ പോലും തരാതെ ഗർഭിണിയായ ഭാര്യയോടുകൂടി എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. എന്റെ ചിറ്റപ്പന്മാരും അമ്മാവന്മാരുമായ പാതിരിമാരാണ് അതിന് നേതൃത്വം വഹിച്ചത്. മെത്രാന്റെ നിർദ്ദേശവും അനുഗ്രഹാശിസുകളും അതിനുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും പോകേണ്ടിവന്ന ഞാൻ കോട്ടയത്ത് പോയി താമസിച്ചു. ആദ്യം സിനിമാ മാസികയുടെയും പിന്നീട് മനോരമ ഇയർ ബുക്കിന്റെയും എഡിറ്ററായി വളരെക്കാലം കഴിഞ്ഞു. അക്കാലത്ത് മതത്തിലേക്ക് തിരിച്ചു ചെല്ലുവാൻ പ്രലോഭനങ്ങളുമായി മെത്രാന്റെ ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. അതിന് വഴങ്ങാതിരുന്ന എന്നെ 1970-ൽ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കി അറസ്റ്റ് ചെയ്യുകയും നക്സലൈറ്റാണെന്നു പറഞ്ഞ് അതിഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് പോലീസ് എന്നെ മർദ്ദിച്ചത്. അയാൾ പിന്നീട് എന്നെ ഉപദേശിച്ചു മാനസാന്തരപ്പെടുത്താൻ ജയിലിലും വരികയുണ്ടായി. ഇതൊക്കെയാണ് 20-ാം ശതകത്തിന്റെ ഉത്തരപാദത്തിൽ ക്രിസ്തുമതം എന്നോട് ചെയ്തത്. അപ്പോൾ അവർക്ക് അധികാരമുണ്ടായിരുന്ന കാലത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെ കത്തോലിക്ക സഭയ്ക്കു വേണ്ടി ഫാദർ ലൂക്ക് എഴുതിയ പുസ്തകത്തിനുള്ള മറുപടി തുടരുന്നു. തുടർന്നു കേൾക്കുവാനുള്ള ലിങ്ക് ചുവട്ടിലുണ്ട്.